സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ സീറോ ബാലൻസ് ആയി നിൽക്കുന്ന സമയം ചായക്കൊരു കടി വാങ്ങാൻ പോലും പൈസയില്ല. അപ്പോഴാണ് ഞാൻ ആൻ്റപ്പനെ കണ്ടത്. ആൻ്റപ്പൻ പറഞ്ഞു, ഈ ഒരു അവസ്ഥ മാറ്റിത്തരാൻ ഞാൻ വഴി കാണിച്ചു തരാം. എൻ്റെ അപ്പൻ അവിടെ പണിയെടുക്കുന്നുണ്ട്, എൻ്റെ അപ്പനോട് പോയിട്ട് പണി ചോദിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തേലും ഒരു പണി എനിക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആൻ്റപ്പനെ ഞാൻ കണ്ട്. ആൻ്റപ്പൻ്റെ അപ്പനെ കണ്ട് എല്ലാം സെറ്റായപ്പോഴാണ് ആൻ്റപ്പൻ്റെ അനിയൻ പറയുന്നത്, നിനക്ക് ഈ പണിയെടുക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് പറ്റാണ്ട്, ഞാൻ എൻ്റെ നാട്ടിലെ ഞാൻ പണിയെടുത്ത പൈസ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ എന്തായാലും പണിയെടുക്കാൻ പറ്റും, കല്ല് പണിയാണെങ്കിലും എന്ത് പണിയാണെങ്കിലും ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. ആൻ്റപ്പൻ്റെ അപ്പനെ ഹാപ്പിയായി. എന്നോട് പറഞ്ഞു, കല്ലെടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പോയി കല്ലെടുത്ത് കൊണ്ടുവന്ന് പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് കളിയാണ്. രക്തം കൊണ്ട് ഞാൻ എഴുതിയ വരി ചന്ദനം മണക്കില്ല, കരുത്ത ക്ഷത്രിയനല്ല ശക്തനല്ലെന്ന സങ്കടം എനിക്കില്ല, മുഴുത്ത ചക്ക വീണപ്പ ചത്ത മൊയല് കൊമ്പുകൾ എനിക്കില്ല, ഈ പിത്ത തടിയിൽ കത്തിക്കേറിയാലും പൊട്ടിക്കറി. അപ്പോഴാണ് ആൻ്റപ്പൻ്റെ അപ്പം പറയുന്നത്, മോനെ നാളെയും പറഞ്ഞു, ഒരാഴ്ച എനിക്ക് പണിയുണ്ട്, നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ഒന്നും നോക്കിയില്ല, റെഡി എന്ന് പറഞ്ഞു. ആൻ്റപ്പൻ്റെ അപ്പം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ദോസ്താ, നമ്മൾ ഹൃദയം കൊണ്ട് അടുത്തതാ.